എല്ലാ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും അപകട സാധ്യത ഉള്ളതുമായ അർബുദങ്ങളിൽ ഒന്നാണ് ഗർഭാശയമുഖ ക്യാൻസർ. ഗർഭാശയമുഖ അർബുദം അഥവാ സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചും ഈ രോഗത്തിനുള്ള വാക്സിനെ കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SATയിലെ ഒബ്സ്റ്റെട്രിക് ആൻഡ് ഗൈനക്കോളജി വിഭാഗം പ്രൊഫസറും RMOയുമായ ഡോക്ടർ BS കലയാണ്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ വളരെ അപകടമാകുന്നതാണ് ഗർഭാശയമുഖ അർബുദം. എങ്ങനെയാണ് ഈ ഗർഭാശയമുഖ അർബുദത്തെ നമുക്ക് തടയാൻ സാധിക്കുക? എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുക? ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ സ്തനാർബുദം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായി സ്ത്രീകളിൽ വരുന്ന ക്യാൻസറാണ് ഗർഭാശയമുഖ ക്യാൻസർ. ഇത് നമുക്ക് ഇപ്പോൾ കണക്കുകൾ പ്രകാരം ലോകമെമ്പാടും തന്നെ ഏകദേശം 15 വയസ്സിന് മുകളിലുള്ള 51 കോടി സ്ത്രീകളിൽ ഇത് വരുന്നുണ്ട്. അതുകൂടാതെ ദിവസവും 200 സ്ത്രീകൾ ഈ അസുഖം മൂലം മരിക്കുന്നുമുണ്ട്. അപ്പോൾ എന്നാൽ വളരെ അധികം തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും തടയാൻ പറ്റുന്ന ഒരു അസുഖമാണിത്. അതുമാത്രമല്ല, ഇതിനെതിരെ ഒരു വാക്സിനും നിലവിലുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ പല ആളുകൾക്കും അറിവില്ല. വിദേശ രാജ്യങ്ങളിലെല്ലാം കൃത്യമായിട്ട് തന്നെ സ്ത്രീകൾ, കാരണം ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഒരു പാർട്ടാണ് ഇതിനുള്ള സ്ക്രീനിങ്. അപ്പോൾ കൃത്യമായി ഈ സ്ക്രീനിങ് ടെസ്റ്റുകളും പിന്നെ വാക്സിനേഷനും ഇപ്പോൾ നിലവിലുണ്ട്. അത് നടപ്പിലാക്കിയാൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും തടയാൻ പറ്റുന്ന ഒരു രോഗമാണ് ഗർഭാശയമുഖ ക്യാൻസർ. WHO അതായത് ലോകാരോഗ്യ സംഘടന ഇതിനുള്ള പ്രാരംഭ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഈ അസുഖത്തെ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കാനായിട്ടുള്ള. ഡോക്ടർ, സെർവിക്കൽ ക്യാൻസർ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ ക്യാൻസർ ഉണ്ടാകുന്ന ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? അതിനെക്കുറിച്ച് കൂടി പറയുകയാണെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വാക്സിൻ നിലവിലുണ്ട്. എന്തുകൊണ്ടാണ് വാക്സിൻ ഈ ഗർഭാശയ ക്യാൻസറിനെതിരെ വന്നതെന്ന് പറഞ്ഞാൽ ഇതിന് കാരണക്കാരൻ ഒരു വൈറസാണ്. അത് ലൈംഗിക ബന്ധത്തിൽ കൂടി വരുന്ന ഒരു HPV വൈറസ് എന്നൊരു വൈറസാണ് ഈ രോഗം ഗർഭാശയമുഖ ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഈ വൈറസിന് ധാരാളം വകഭേദങ്ങളുണ്ട്. അതിൻ്റെ ലോ റിസ്ക് ഗ്രൂപ്പ്സ് നമ്മളെ ജനനേന്ദ്രിയങ്ങളിൽ അരിമ്പാറ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഹൈ റിസ്ക് ഗ്രൂപ്പ്സായ 16ഉം 18ഉം പിന്നെ വേറെ ചില ഹൈ റിസ്ക് ഗ്രൂപ്പ്സും ഉണ്ട്. ഇതാണ് ഈ ക്യാൻസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഈ വൈറസിനെതിരായിട്ടുള്ള വാക്സിൻ നിർമ്മിച്ചിട്ടുണ്ട്. അത് കൊടുക്കുന്നത് വഴി അത് കൊടുക്കേണ്ട സമയവും ഉണ്ട്. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയുന്നതാണ് പിന്നീട്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് കൂടാതെ ഈ ഗർഭാശയമുഖ ക്യാൻസറിന് ഒരു സ്ക്രീനിങ് നിലവിലുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പ്രീ ക്ലിനിക്കൽ സ്റ്റേജ്, ഒരു പ്രീ ക്യാൻസറസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർവൈക്കൽ ഇൻട്രാ എപ്പിത്തീലിയൽ നിയോപ്ലേസിയ എന്ന് പറയും. ഇത് ഏകദേശം ഈ ഗർഭാശയ ക്യാൻസർ വരുന്നതിന് ഒരു 15 വർഷം മുമ്പെങ്കിലും 10 തൊട്ട് 15 വർഷം മുമ്പാണ് ഇത് വരുന്നത്. അപ്പോൾ കൃത്യമായ സ്ക്രീനിങ് വഴി നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇത് തടയാൻ തീർച്ചയായും പറ്റുന്ന ഒരു രോഗമാണ് ഗർഭാശയമുഖ ക്യാൻസർ. നമുക്കെല്ലാം അറിയാം, ഗർഭപാത്രത്തിൻ്റെ താഴത്തെ ഭാഗമാണ് ഗർഭാശയമുഖം. അപ്പോൾ ഇത് യോനി ഭാഗത്തോട്ടിരിക്കുകയാണ്. അപ്പോൾ സെക്ഷുവൽ കോണ്ടാക്റ്റിൽ വഴി ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആകുന്ന ഫീമെയിൽ ജെനിറ്റൽ ഓർഗൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭാശയമുഖമാണ്. അപ്പോൾ ഇത് മെയിൻലി വരുന്നത് സെക്ഷുവൽ കോണ്ടാക്റ്റ് വഴി HPV ഇൻഫെക്ഷൻ കിട്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ HPV ഇൻഫെക്ഷൻ വരുന്നവരും ഭാവിയിൽ ക്യാൻസറിലോട്ട് പോകില്ല. പക്ഷേ ചില ആളുകൾ അത് ഇതായിട്ട് ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് ക്യാൻസറായി മാറുന്നതാണ്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, HPV ഇൻഫെക്ഷനാണ്. ഡോക്ടർ തുടക്കത്തിലെ സൂചിപ്പിച്ചു അപകട സാധ്യത ഉള്ളൊരു രോഗം കൂടിയാണ്. ഏതെല്ലാം ലക്ഷണങ്ങൾ കണ്ടാൽ അത് ഈ സെർവിക്കൽ ക്യാൻസർ ആണെന്നുള്ള ഒരു സംശയം നമ്മളിലേക്ക് എത്തും? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്? ഗർഭാശയമുഖ ക്യാൻസറിന് ചിലപ്പോൾ ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ ഇരിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രീ ക്യാൻസറസ് സ്റ്റേജ് CIN, അതിന് ഒരു ലക്ഷണങ്ങളും ഉണ്ടാകണം എന്നില്ല. പക്ഷേ പിന്നെ ചിലപ്പോൾ ഈ പീരീഡ് സംബന്ധമായ ഇപ്പോൾ ഈ അസുഖം വരുന്നത് സാധാരണ ഒരു 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് ക്യാൻസർ കാണുന്നത്. മാസമുറ നിന്ന് കഴിഞ്ഞ് 75-80 വയസ്സ് വരെയുള്ള സ്ത്രീകളിലും ഇത് വരാം. അപ്പോൾ മാസമുറഞ്ഞ് നിന്ന സ്ത്രീകളിലാണെങ്കിൽ മാസമുറ നിന്നതിന് ശേഷം എപ്പോഴെങ്കിലും ബ്ലീഡിങ് വന്നാൽ ഇത് ഗർഭാശയത്തിലെ ക്യാൻസറോ ഗർഭാശയമുഖ ക്യാൻസറോ ആണ് നമ്മൾ ആദ്യമായിട്ട് റൂൾ ഔട്ട് ചെയ്യേണ്ട 2 അസുഖങ്ങൾ. ഇത് കൂടാതെ ഇപ്പോൾ പീരീഡ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ മാസമുറ സമയത്ത് അമിതമായ ബ്ലീഡിങ്, ഇതുകൂടാതെ മാസമുറയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത്, നോർമൽ മാസമുറ വരുന്നു അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് ബ്ലീഡിങ്, പിന്നെ പ്രധാനമായിട്ടും നമ്മൾ സൂക്ഷിക്കേണ്ട 2 കാര്യങ്ങൾ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ രക്തസ്രാവം ഉണ്ടാകുന്നത്, അതേപോലെ ഇതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അമിതമായിട്ടുള്ള യോനിദ്രവം, അതും വല്ലാത്ത സ്മെല്ലോട് കൂടിയുള്ള യോനിദ്രവം, ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. പക്ഷേ ഇങ്ങനെയുള്ള സ്റ്റേജ് എത്തുമ്പോൾ അത് അഡ്വാൻസ്ഡ് ആകും.
അപ്പോൾ തീർച്ചയായിട്ടും ഇത് ക്ലിനിക്കൽ സിംറ്റംസ് ഇല്ലെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ക്രീനിങ് വളരെ വളരെ പ്രാധാന്യമാണ് ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കുന്നതിന്. അപ്പോൾ എല്ലാ സ്ത്രീകളും ഒരു ഗൈനക്കോളജിസ്റ്റിനെ എപ്പോഴെങ്കിലും ഒന്ന് കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ അസുഖം നമുക്ക് അതിനൊരു പാപ്സ്മിയർ ടെസ്റ്റ്, സ്ക്രീനിങ് മെത്തേഡ്സ് ഞാൻ പറയുന്നുണ്ട്, അതിൽ നമുക്ക് കൃത്യമായിട്ടും കണ്ടുപിടിച്ച് നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ലേറ്റ് സ്റ്റേജിൽ, അതായത് അവസാന ഘട്ടങ്ങളിലാണ് ഇത് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഓൾറെഡി ഇതിൻ്റെ ചുറ്റുമുള്ള കിഡ്നിയുടെ മൂത്രവാഹിനി കുഴലുകളെയൊക്കെ കംപ്രസ് ചെയ്തിട്ട് കിഡ്നിക്ക് ഫെയിലർ വരാം. അങ്ങനെയാണ് ഈ കൂടുതൽ സ്ത്രീകളും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരണം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. ആ മരണത്തിന് കാരണം കിഡ്നി ഫെയിലർ ആണ് ഈ അസുഖത്തിൽ. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരുമ്പോൾ ചിലപ്പോൾ നടുവേദന അങ്ങനെയൊക്കെയുള്ള സിവിയർ പെയിനൊക്കെ ആയിട്ടായിരിക്കും ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇത് വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങൾ നിലവിലുണ്ട്. തീർച്ചയായും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്ന ഏതൊരു സ്ത്രീക്കും ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒന്നാം ഘട്ടം തരണം ചെയ്യാവുന്നതാണ്. ഡോക്ടർ, നമുക്ക് എല്ലാവർക്കും അറിയാം അപകട സാധ്യത കൂടുതലുള്ള ഒരു രോഗമാണ്. അങ്ങനെ ഒരു തിരിച്ചറിവ് സ്ത്രീകൾക്കുമുണ്ട്. ഇതിന്റെ സങ്കീർണതകൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ ഗർഭധാരണത്തെ ഇത് ഏത് രീതിയിലാണ് ബാധിക്കുക? ഗർഭാശയമുഖ ക്യാൻസർ ഗർഭധാരണത്തെ ഒന്നും ഒരു വിധത്തിലും ബാധിക്കുകയില്ല. പക്ഷേ നമുക്കൊരു പ്രഗ്നൻസി ഒരു റിസ്ക്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾ തീർച്ചയായിട്ടും ആന്റിനേറ്റൽ കെയറിന് വരാം. ഒന്നിനും വേറെ അല്ലാതെ തന്നെ സ്ത്രീകൾ ഡോക്ടർമാരെ കാണാൻ പോകുന്നത് വളരെ കുറവാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ ഇവരെ ഒരു ഗർഭിണിയായിട്ട് തരുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്കതൊരു അവസരമായിട്ട് കരുതി ഗൈനക്കോളജിസ്റ്റുകൾക്ക് അവരുടെ സർവിക്സ് ഒന്ന് നോക്കുകയും ഗർഭാശയമുഖം കാണുകയും അവിടെ നിന്നൊരു പാപ്സ്മിയർ ടെസ്റ്റ് എടുക്കുകയും ചെയ്യുന്നത് വഴി ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു വലിയ റോളുണ്ട്. പിന്നെ ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകളിൽ ഈ ക്യാൻസർ വരികയാണെങ്കിൽ അത് പെട്ടെന്ന് അടുത്ത സ്റ്റേജുകളിലോട്ട് വ്യാപിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ നമ്മൾ അഥവാ ഇതിന് പ്രസവത്തിന് വെക്കുമ്പോഴും ഡെലിവറി സമയത്തും ഒക്കെ ഇത് കൂടുതൽ അടുത്ത സ്റ്റേജിലോട്ട് വ്യാപിക്കാനുള്ള സാധ്യതകൾ കൂടുന്നു. അപ്പോൾ ചിലപ്പോൾ സിസേറിനായിട്ടും ഇതിന് സാധാരണ രീതിയിലുള്ള സിസേറിൻ ചെയ്യാൻ പറ്റുകയില്ല, വേറെ രീതിയിൽ സിസേറിൻ ചെയ്യണം. അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ട്രീറ്റ്മെൻറ്റിലും. പിന്നെ ഗർഭത്തിൻ്റെ ഏതവസ്ഥയിലാണ് ഈ ക്യാൻസർ കണ്ടുപിടിക്കുന്ന അനുസരിച്ചിരിക്കും മാനേജ്മെൻറ്റ്. അതായത് ഗർഭത്തിൻ്റെ തുടക്ക അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ഗർഭത്തിന് അധികം പ്രാധാന്യം കൊടുക്കുകയില്ല, അമ്മയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലേറ്റ് സ്റ്റേജിലാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ചിലപ്പം സിസേറിൻ ചെയ്യണം, അത് തന്നെ വേറെ രീതിയിലുള്ള സിസേറിനുകളും ഒക്കെ ചെയ്യേണ്ടി വരും. അല്ലാതെ ഗർഭധാരണത്തിന് തടസ്സമൊന്നും ഉണ്ടാക്കുകയില്ല. പക്ഷെ ഗർഭധാരണം ഈ ക്യാൻസറിനെ അഫക്റ്റ് ചെയ്യാം. അതിൻ്റെ രീതികൾ, അതിൻ്റെ സ്പ്രെഡും അങ്ങനെയുള്ള രീതികൾ പെട്ടെന്ന് കൂടാനായിട്ടുള്ള സാധ്യതകൾ കൂടും. അതായത് മറ്റു ശരീരഭാഗങ്ങളിലേക്കും ഈ ഒരു അസുഖം പടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നല്ലേ ഡോക്ടർ വ്യക്തമാക്കിയത്? അതെ, ഗർഭാശയമുഖ ക്യാൻസർ പ്രധാനമായിട്ടും ലോക്കൽ സ്പ്രെഡാണ്. അതായത് ചുറ്റുമുള്ള അവയവങ്ങളിലോട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതിന് ഗർഭാശയമുഖത്ത് നിന്ന് താഴോട്ട് വെജൈനയിലോട്ട്, യോനിയിലോട്ട്, പിന്നെ അതിൻ്റെ വൾവയിലോട്ട് സ്പ്രെഡ് ചെയ്യാം. അതേപോലെ അതിന് ചുറ്റുമുള്ള കഴലകളുണ്ട്, അപ്പോൾ കഴലുകളിലോട്ട് വ്യാപിക്കാം. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മുടെ മൂത്രവാഹിനി കുഴൽ പോകുന്നത്. അപ്പോൾ ഈ ചുറ്റുമുള്ള ഗർഭാശയമുഖത്തിന് ചുറ്റുമുള്ള സ്ഥലത്ത് വ്യാപിക്കുമ്പോൾ ഈ മൂത്രവാഹിനി കുഴലിന് കംപ്രസ് ചെയ്യുക. അങ്ങനെ വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കിഡ്നി ഫെയിലർ വന്നായിരിക്കും മിക്ക രോഗികളും മരിക്കുന്നത്. പിന്നെ ഇത് രക്തത്തിൽ കൂടെയും ഉള്ളതിനേക്കാളും ലിംനോഡ്സും ഇങ്ങനെയുള്ള ലോക്കൽ സമീപ ഓർഗൻസിലോട്ട്, പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ ഇത് ഫ്രണ്ടിലുള്ള മൂത്രാശയത്തിലോട്ടും പുറകിലുള്ള റെക്റ്റത്തിലോട്ടുമായിരിക്കും. റെക്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്തോട്ടും റെക്റ്റത്തിലോട്ടും സ്പ്രെഡ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഇത് വരുന്നത്. അതായത് ഈ ഒരു അസുഖം അതിൻ്റെ സ്റ്റേജ് 4 വരികയാണെങ്കിൽ ആ രോഗിയുടെ ജീവിതം അതീവ ദുസ്സഹമായി തീരും. കാരണം പലതരത്തിലുള്ള ഫിസ്റ്റുലകൾ വരാം. അപ്പോൾ അതിനു മുമ്പ് പ്രാരംഭ ദശയിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമാണിത്. ഡോക്ടർ തുടക്കത്തിലെ സൂചിപ്പിച്ചു, പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ഇതിന് ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ലെന്ന്. പിന്നെ എങ്ങനെ ഈ അസുഖത്തെ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താനാവും? അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ക്യാൻസറുകളുടെ ഏറ്റവും അധികം സ്ക്രീനിങ് ഫലവത്തായ ഒരു ക്യാൻസറാണ് ഗർഭാശയമുഖ ക്യാൻസർ. കാരണം 10 വർഷമെങ്കിലും എടുക്കും ഇതിൻ്റെ പ്രീ ക്യാൻസർ സ്റ്റേജിൽ നിന്ന് ക്യാൻസർ ആകാൻ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എല്ലാ ഹോസ്പിറ്റലുകളിലും തന്നെ ഗൈനക്കോളജിസ്റ്റുകളുണ്ടെങ്കിൽ അവിടെ ഒരു പാപ്സ്മിയർ ടെസ്റ്റ്, പാപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് എല്ലാ ഗൈനക്കോളജിസ്റ്റുള്ള എല്ലാ ആശുപത്രികളിലും തന്നെ ലഭ്യമാണ്. ഒരു പത്തോളജി ഡോക്ടറുടെയും കൂടെ സഹായം മതിയാകും. അപ്പോൾ ഇത് ഗർഭാശയമുഖത്തുനിന്ന് ഒരു ബ്രഷ് വെച്ച് അല്ലെങ്കിൽ ഒരു സ്പാറ്റുല വെച്ച് അവിടുത്തെ കോശങ്ങൾ ചുരണ്ടിയെടുത്ത് പരിശോധിക്കുന്നതാണ്. ഇത് അധികം ചിലവേറിയ ഒരു പരിശോധനയല്ല. ഇനി ഇതിനേക്കാളും കൂടുതൽ കൃത്യതയോടുകൂടി നിർണ്ണയിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ വൈറസിൻ്റെ തന്നെ DNA കണ്ടുപിടിക്കുന്ന HPV DNA ടെസ്റ്റ്. ഇത് മറ്റേ പാപ്സ്മിയർ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. എങ്കിലും മിക്ക പ്രൈവറ്റ് ആശുപത്രികളിലും ഇതിപ്പോൾ ലഭ്യമാണ്.
ഇത് കൂടാതെ ഇതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു ആശുപത്രിയിൽ പോലും ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഗർഭാശയ മുഖം ഒന്ന് നോക്കുക, ഒരു സ്പെക്യുലം ഇട്ട് പരിശോധിക്കുകയും അവിടെ വഴി നമ്മൾ VIA വില്ലി എന്ന് പറഞ്ഞുള്ള ടെസ്റ്റുകൾ, അതായത് ചില അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ അലുഗോൾ സൈഡിന് അപ്ലൈ ചെയ്തിട്ട് നമുക്കവിടെയുള്ള ചേഞ്ചുകൾ വെച്ചും, പിന്നെ ഇതിൽ സംശയങ്ങൾ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ കോൾപോസ്കോപ്പ്, ഒരു മൈക്രോസ്കോപ്പ് പോലത്തെ ഒരു ഇതാണ്, മാഗ്നിഫൈഡ് ആയിട്ട് കാണാം, എന്നിട്ട് ബയോപ്സി എടുത്ത് ഇങ്ങനെയൊക്കെ ഇത് നേരത്തെ തന്നെ രോഗനിർണയം സാധ്യതമാണ്. WHO നിഷ്കർഷ പ്രകാരം 35-നും 45 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ 2 പ്രാവശ്യമെങ്കിലും HPV DNA ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മൾ ഐഡിയലി 30 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും 3 വർഷത്തിലൊരിക്കൽ പാപ്സ്മിയർ ടെസ്റ്റും അല്ലെങ്കിൽ HPV DNA ആണെങ്കിൽ 5 വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചില ഹൈ റിസ്ക് ഗ്രൂപ്പ്സ് ഉണ്ട്, അതായത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞവർ, HIV രോഗബാധിതർ, ഇവർക്കൊക്കെ ഇതിന് സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇവർ നേരത്തെ തന്നെ സ്ക്രീനിങ് ഒരു 25 വയസ്സിന്, പിന്നെ ഈ നേരത്തെ ഹൈ റിസ്ക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഇത് ലൈംഗിക ബന്ധത്തിൽ കൂടെ വരുന്നതാണ്. അപ്പോൾ നേരത്തെ സെക്ഷൽ ഇൻ്റർകോഴ്സ് ആവശ്യപ്പെടുന്നവർ, ഒരുപാട് പങ്കാളികളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ, ഇവർക്കൊക്കെ ഇതിന് റിസ്ക് ഗ്രൂപ്പ് കൂടുതലാണ്. ഇങ്ങനെയുള്ളവർ അറ്റ്ലീസ്റ്റ് 21 വയസ്സ് മുതലെങ്കിലും ഈ സ്ക്രീനിങ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇത് നമ്മുടെ സമീപത്തുള്ള ഗൈനക്കോളജിസ്റ്റുള്ള എല്ലാ ആശുപത്രികളിലും ഈ പാപ്സ്മിയറിനുള്ള സൗകര്യം ലഭ്യമാണ്. HPV DNA അതിനേക്കാളും കുറച്ചുകൂടെ കാണാം, അതും മിക്ക ആശുപത്രികളിലും ലഭ്യമാണ് ഇപ്പോൾ. സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചും ഈ രോഗത്തിനുള്ള വാക്സിനെ കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ BS കല തുടരുന്നുണ്ട്. ഡോക്ടർ, നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് സൗമിനിയാണ്. സൗമിനി, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ സൗമിനി. ഹലോ, എനിക്ക് മൂത്രമൊഴിക്കുന്നോടത്ത് തുന്നു കൂടില്ല. നമ്മളെ പ്രസവത്തിന് തുന്നൂല. പ്രസവത്തിന് മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് കേട്ടില്ല. പ്രസവിക്കുമ്പോ നമ്മൾ തുന്നിടൂലേ? പ്രസവിച്ചിട്ട് തുന്നിടാവ ആ സ്ഥലത്താണ് എനിക്കൊരു അസുഖം. ഏത് നേരം നോക്കിയാലും ചുട്ടുപോച്ചലും ഒരു വേദനയും. ഒരു മരുന്ന് കുടിച്ചിട്ട് എനിക്ക് സുഖമാവണില്ല. ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി, ഒന്നിലും ഒരു കുഴപ്പമില്ലാന്ന് ഡോക്ടർമാർ പറയണേ. രാത്രിയൊക്കെ ഉണ്ടായ ഒരു ജാതി പുകച്ചിലാണ്. എത്ര വയസ്സുണ്ട്? വയസ്സ് എത്രയാണ്? വയസ്സ് ഇപ്പൊ 52. 50 കൊല്ലം. മാസമുറ നിന്നായിരുന്നോ? മാസമുറ നിന്നിട്ടുണ്ടോ? 45 വയസ്സില്. 35 വയസ്സിലോ? 45 വയസ്സില്. ഓ, അപ്പൊ നിങ്ങൾക്ക് നേരത്തെ മാസമുറ നിന്ന ഒരാളാണ്. അപ്പോൾ മാസമുറ നിന്ന് കഴിയുമ്പോൾ ഓവറിയുടെ പ്രവർത്തനം കുറഞ്ഞതുകൊണ്ട് ഹോർമോൺ കുറവ് വരും. അപ്പൊ അതുകൊണ്ട് മൂത്രം ഒഴിക്കുന്ന സമയത്ത് അത് ഹോർമോൺ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ് സ്ത്രീകളുടെ വേണ്ട ഹോർമോൺ കുറയുന്നത് കൊണ്ടാണ് ഈ ഒരു പുകച്ചിലും മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരുന്നത്. അത് കാരണം സാധാരണ 50-48 വയസ്സിന് ശേഷമാണ് മാസമുറ നിൽക്കേണ്ടത്. വളരെ നേരത്തെയാണ് നിങ്ങൾക്ക് നിന്നിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ചേഞ്ചുകൾ അവിടെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ തീർച്ചയായും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടാൽ അതിനുള്ള ചികിത്സ ലഭ്യമാവും തീർച്ചയായിട്ടും. അവിടെ വരുന്ന ഓയിൻമെന്റും. മെഡിക്കൽ കോളേജിൽ 4-5 ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അവരൊന്നും നോക്കിയിട്ട് എനിക്ക് രോഗമില്ല എന്നാ പറയണത്. ആണല്ലേ? അങ്ങനെയുള്ള ഓയിൻമെന്റുകൾ ഒക്കെ അവൈലബിൾ ആണ്. വേറെ അസുഖങ്ങളും ഒന്നും ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള മരുന്നുകൾ നൽകാവുന്നത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇതിലൊന്ന് ഡോക്ടറെ കാണുക, ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണുക. ശരി, സൗമിനിക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നേരത്തെ നമ്മൾ ഈ പരിശോധനാ മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പൊതുവെ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് ഈ ഗർഭാശയ അർബുദമെന്ന് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാനാവുന്ന ഒരു രോഗമാണോ എന്നത്. അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഗർഭാശയ അർബുദം പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാമെന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഏത് സ്റ്റേജിലാണ് നമ്മൾ ഈ അസുഖം കണ്ടുപിടിക്കുന്നത് അനുസരിച്ചിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളിത് തുടക്ക അവസ്ഥയിൽ കാണുകയും അല്ല ഇതിൻ്റെ പ്രീ ക്യാൻസർ സ്റ്റേജിലോ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമാണ്. അതായത് ഈ പ്രീ ക്യാൻസർ സ്റ്റേജിന് നമുക്ക് ഗർഭാശയ മുഖത്തിൽ ലേസർ, ക്രയോ അങ്ങനെയുള്ള ഇത് വെച്ച് കരിക്കുന്ന ചികിത്സകൾ എല്ലാ ക്യാൻസർ സെൻ്ററുകളിലും അതേപോലെ മെയിൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ഒക്കെ ലഭ്യമാണ്. അതുവഴി ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റേജിലാണെങ്കിൽ ഒരു ചെറുപ്പക്കാരിയായ വയസ്സ് കുറഞ്ഞ ഒരു സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേജ് 1 നമുക്ക് സർജറിയാണ് ചികിത്സ. ഫാമിലി, അതായത് കുട്ടികളൊന്നും പൂർണ്ണമാകാത്തവരാണെങ്കിൽ, കുട്ടികൾ ഇനിയും വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഗർഭാശയ മുഖം മാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയകളും ഇപ്പോൾ നിലവിലുണ്ട്. പിന്നെ രോഗി അതീവ ഏജ് കൂടിയ ഒരു രോഗിയാണ്, സർജറികൾക്കൊന്നും ഫിറ്റ് അല്ലാത്ത ഒരു രോഗിയാണെങ്കിൽ ഏത് സ്റ്റേജിലാണെങ്കിലും റേഡിയേഷൻ തെറാപ്പിയാണ് ഇതിൻ്റെ പ്രൈമറിലി ചികിത്സ. ഇത് തന്നെ ജില്ലാ ആശുപത്രികളിൽ പോലും ഇപ്പോൾ റേഡിയേഷൻ ചികിത്സ ലഭ്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചികിത്സയെക്കാളും ഇത് പ്രിവെൻഷനാണ്. നമുക്കിപ്പം പ്രധാന മോട്ടോ ഈ ഒരു അസുഖത്തെ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ നേരത്തെ നിഷ്കർഷിച്ച പോലെ തന്നെ കൃത്യമായിട്ട്
നമ്മുടെ വിദേശ രാജ്യങ്ങളിലെല്ലാം അവരുടെ ഹെൽത്ത് ചെക്കപ്പിൻ്റെ പാർട്ടായിട്ട് റുട്ടീൻ പാപ്സ്മിയർ എല്ലാ സ്ത്രീകളും ചെയ്യുന്നുണ്ട്, പാപ്സ്മിയർ അല്ലെങ്കിൽ HPV ടെസ്റ്റുകൾ. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഈവൻ കേരളം ഇത്രയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ സ്ത്രീകൾ തന്നെ ഈ ഒരു ഇത് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പാപ്പ് ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നുള്ള ഒരു ഇതുമായിട്ട് ഞങ്ങളുടെ അടുത്ത് വരുന്നത് വളരെ വളരെ ഇപ്പോഴും കുറവാണ്. നമ്മൾക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇതാണ്. കാരണം പല സ്ത്രീകളും ഈ സ്റ്റേജ് അഡ്വാൻസ്ഡ് സ്റ്റേജിൽ കാണുമ്പോൾ ഇവരൊരിക്കലെങ്കിലും ഇത് ചെയ്തിരുന്നെങ്കിൽ ഇത് വരില്ലായിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ചികിത്സയെക്കാളും ഈ പ്രിവെൻഷന് പ്രാധാന്യം കൊടുക്കണം. അതിന് നമ്മുടെ ഓരോ സ്ത്രീകളും അവരുടെ ഹസ്ബൻഡ്സും മനസ്സിരുത്തിയാൽ മാത്രമേ ഈ രോഗത്തിന് നമുക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. സ്ക്രീനിങ്ങിന് വേണ്ടി സ്ത്രീകൾ വരേണ്ടതാണ്. തീർച്ചയായും ഡോക്ടർ, നൂതന സാങ്കേതിക വിദ്യയുള്ള ഒരു ആരോഗ്യ സംവിധാനമാണ് കേരളത്തിൽ ഉള്ളത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സെർവിക്കൽ ക്യാൻസറിനുള്ള ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്? ചികിത്സാ മാർഗങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സർജറിയും റേഡിയേഷനുമാണ്. അപ്പോൾ ഈ സർജറി നമ്മുടെ പിന്നെ ക്യാൻസർ സെൻ്ററുകളിലെല്ലാം ഇതിൻ്റെ സർജറി എന്ന് പറഞ്ഞാൽ സാധാരണ ഹിസ്റ്ററക്ടമി ചെയ്താൽ പോരാ. നമുക്ക് യൂട്രസ് ഉൾപ്പെടെ യൂട്രസും യോനിയുടെ ഒരു കുറച്ച് ഭാഗവും അതിന് ചുറ്റുമുള്ള സ്ട്രക്ചേഴ്സും കഴകളും എല്ലാം നീക്കം ചെയ്യണം. അപ്പോൾ ഗൈനക് ഓങ്കോളജിസ്റ്റ് സർജറി ചെയ്യുന്നത് തന്നെയായിരിക്കും ഇതിൻ്റെ സർജിക്കൽ രീതിയിൽ പോവുകയാണെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞു ഏത് സ്റ്റേജിലും അഡ്വാൻസ് സ്റ്റേജ് ഉള്ളവർക്ക് റേഡിയേഷൻ ചികിത്സ ഇത് ജില്ലാ ആശുപത്രികളിലും പ്രധാന മെഡിക്കൽ കോളേജുകളിലും എല്ലാം തന്നെ അവൈലബിൾ ആണ് റേഡിയേഷൻ ചികിത്സ ഇതിനുള്ള ഈ ഗർഭാശയമുഖ ക്യാൻസറിനുള്ള. പിന്നെ ഇതിൻ്റെ പ്രിവെൻഷനായിട്ടുള്ള വാക്സിനേഷനെ കുറിച്ചാണ് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കിപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഇതനുസരിച്ച് അവർ 2030 ഈ രോഗം നിർമ്മാർജ്ജനം ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അതിന് അവർ ആവിഷ്കരിക്കുന്നത് 90-70-90 എന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതായത് 90% കുട്ടികളും 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഈ HPV വാക്സിൻ എന്ന ഒരു വാക്സിൻ എടുത്തിരിക്കണം. ഒരു 15 വയസ്സിനുള്ളിൽ 90% കുട്ടികൾക്കും ഇത് ലഭിച്ചിരിക്കണം. 70% സ്ത്രീകളും 35-45 വയസ്സിനും ഇടയ്ക്ക് 2 പ്രാവശ്യമെങ്കിലും HPV ടെസ്റ്റ് എന്ന സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിരിക്കണം. മൂന്നാമത്തെ 90% എന്ന് പറഞ്ഞാൽ ഈ അസുഖം വന്ന 90% സ്ത്രീകൾക്കും ചികിത്സ ലഭ്യമായിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു. ചികിത്സയ്ക്കുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. പക്ഷേ ചികിത്സയെക്കാളും പ്രധാനം ഇതിൻ്റെ പ്രിവെൻഷനാണ്. അപ്പോൾ ആദ്യത്തെ 90% കുട്ടികളിലും ഈ അസുഖം വരാതിരിക്കാനുള്ള വാക്സിൻ എടുത്തിരിക്കണമെന്നുള്ളത്. അതിനാണ് നമ്മൾ പിന്നിലോട്ട് നിൽക്കുന്നത്. അത് നടപ്പിലാക്കാൻ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നീക്കങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി ഞങ്ങളുടെ ഗൈനക്കോളജി സംഘടനകളായ കേരള ഫെഡറേഷനും അതേപോലെ തന്നെ ഫെഡറേഷൻ ഓഫ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിട്ടും അതേപോലെ കേരള ഗവൺമെൻറ്റുമായിട്ടും സംയുക്തമായിട്ട് ഇതിനെതിരെയുള്ള വാക്സിൻ നമ്മുടെ കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ നടന്നു വരുന്നുണ്ട്. താമസിയാതെ തന്നെ നമുക്ക് ഈ വാക്സിൻ നമ്മുടെ വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതോടുകൂടി ഈ അസുഖത്തെ നമുക്ക് ലോകാരോഗ്യ സംഘടന നിഷ്കർഷിച്ച പോലെ തന്നെ തുടച്ചു മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ വാക്സിൻ പ്രൈവറ്റ് ആശുപത്രികളിലും ഗവൺമെൻറ് ആശുപത്രികളിൽ തന്നെ നമുക്ക് പേയ്മെൻറ്റോടുകൂടി ഇത് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഈ വാക്സിൻ എടുക്കേണ്ട ഒരു ഘട്ടം എപ്പോഴായിരിക്കും ഡോക്ടർ? ഈ വാക്സിൻ പലതരത്തിലുള്ള വാക്സിൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു HPV എന്ന് പറഞ്ഞ വൈറസിന് ധാരാളം സ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ 2 സ്ട്രെയിനിന് മാത്രം എതിരെയുള്ളത്, പിന്നെ 4 സ്ട്രെയിൻ എതിരെയുള്ളത്, പിന്നെ 9 സ്ട്രെയിൻ എതിരെയുള്ളത്. ഇൻ്റർനാഷണലി 9 സ്ട്രെയിൻ എതിരെയുള്ളതുണ്ട്. പക്ഷേ ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു വാക്സിനും ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ലഭ്യമാണ്. ഇത് 4 സ്ട്രെയിൻസിനെതിരായിട്ടുള്ള വാക്സിനാണ്. അപ്പോൾ ഈ വാക്സിൻ നമ്മൾ ഐഡിയലി കൊടുക്കേണ്ടത് 9-15 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളിലാണ്. 9-15 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളിൽ കൊടുക്കുമ്പോൾ ഇത് 2 ഡോസ് കൊടുത്താൽ മതിയാകും. ആദ്യത്തെ 1 ഡോസും പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് 2ാമത്തെ ഡോസും. അതേസമയം 15 വയസ്സിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ 3 ഡോസ് കൊടുക്കേണ്ടി വരും. ആദ്യത്തെ മാസം 1 മാസം കഴിഞ്ഞ് പിന്നെ 6 മാസത്തിന് ശേഷം, അങ്ങനെ 3 ഡോസുകളാണ് കൊടുക്കേണ്ടത്. ഇനി ഇത് 26 വയസ്സിനുള്ളിലാണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ചില പഠനങ്ങളിൽ 45 വയസ്സിന് താഴെ വരെ വേണമെങ്കിലും സ്ത്രീകൾക്ക് നേരത്തെ വാക്സിനേറ്റ് ചെയ്യാത്തവർക്ക് ഇതെടുക്കുന്നത് വഴി ഒരു പരിധിവരെ ഈ HPV ഇൻഫെക്ഷൻ ക്യാൻസർ ആകുന്നത് തടയാൻ പറ്റുമെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ ഇത് നമ്മുടെ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഇതിൻ്റെ കൂടുതൽ ഉപയോഗം വരുന്നത് വഴി വാക്സിൻ്റെ കോസ്റ്റ് കുറയുന്നതും കൂടുതൽ സ്ത്രീകൾക്ക് ഈ വാക്സിൻ, പിന്നെ ഗവൺമെൻറ് ഇതൊരു പോളിസിയായിട്ട് എടുത്ത് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലുള്ള തന്നെ എല്ലാ കുട്ടികൾക്കും, ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല, അത് പൊതുവേ വരുന്നൊരു സംശയമാണ്, ആൺകുട്ടികൾക്കും ഈ വാക്സിൻ ഈ ഏജ് ഗ്രൂപ്പിൽ കൊടുക്കാം. കാരണം
ഇത് ഇപ്പോൾ സ്ത്രീകളിൽ സർവൈക്കൽ ക്യാൻസർ, എന്നാൽ ആൺകുട്ടികളിൽ ഏനൽ ക്യാൻസറും പെനൈൽ ക്യാൻസറും പ്രിവെൻറ്റ് ചെയ്യാൻ ഈ വാക്സിനേഷൻ എടുക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവർക്ക് വേണമെങ്കിലും ഈ 9-നും 15 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്കാണ് മെയിൻലി എടുക്കേണ്ടത്. അപ്പോൾ 2 ഡോസും തന്നെ മതിയാകുമായിരിക്കും. നമുക്കൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് അബ്ദുൽ ഖാദറാണ്. അബ്ദുൽ ഖാദർ, ഡോക്ടറോട് ചോദിച്ചോളൂ. അബ്ദുൽ ഖാദർ ചോദിച്ചോളൂ. ഡോക്ടറെ, ഈ വാക്സിനേഷൻ പുരുഷന്മാരെടുക്കേണ്ടതുണ്ടോ? അതാണ് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞത്. സ്ത്രീകളിലും പിന്നെ മാത്രമല്ല, ഇത് ഈ സ്ത്രീകളിൽ ഗർഭാശയ മുഖ ക്യാൻസർ ഇതുണ്ടാക്കും. HPV വൈറസ് പുരുഷന്മാരിൽ ഉണ്ടാക്കുന്നത് പെനൈൽ ക്യാൻസറും പിന്നെ ഏനൽ ക്യാൻസറുമാണ്. അത് മലദ്വാരത്തിലെ ക്യാൻസർ. കാരണം HPV തന്നെയാണ് ഇവിടെയും സെക്ഷലി ട്രാൻസ്മിറ്റഡ് വാർട്ടുകൾ ഉണ്ടാക്കി ഈ ക്യാൻസറിലോട്ട് പോകുന്നത്. അപ്പോൾ ആൺകുട്ടികളിൽ ഈ വാക്സിൻ എടുക്കുന്നത് വഴി ഈ 2 ക്യാൻസറുകളും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ പ്രാരംഭഘട്ടത്തിൽ ഇത് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടായിരിക്കും, അഥവാ ഇത് ഗവൺമെന്റ് തുടങ്ങുകയാണെങ്കിൽ തന്നെയും തുടങ്ങാൻ പോകുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടി ആയിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. കാരണം മെയിൻലി ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസർ സ്ത്രീകളിലുള്ള ഗർഭാശയമുഖ ക്യാൻസറാണ്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യുന്നത് തന്നെയാണ് ലോകാരോഗ്യ സംഘടനയുടെ ഒന്നാമത്തെ ലക്ഷ്യം, ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. ശരി, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ആ പ്രേക്ഷകൻ ചോദിച്ചതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ചോദിക്കുകയാണ്, ഈ വാക്സിനെ കുറിച്ച് നിരവധി ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ അടിസ്ഥാനമുണ്ടോ? എല്ലാ വാക്സിനുകളെ കുറിച്ചും എല്ലാവർക്കും ധാരാളം ആശങ്കകളാണ്, നമുക്ക് എല്ലാവർക്കും. പക്ഷേ ഈ വാക്സിൻ സാധാരണ ഏത് വാക്സിൻ എടുത്താലും ഒരു ചെറിയ പനി, തലവേദനയൊക്കെ വരാം. അതൊക്കെ തന്നെ മാത്രമേ ഉള്ളൂ ഈ വാക്സിൻ്റെയും സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരുന്നത്. അല്ലാതെ മേജറായിട്ടുള്ള ഒരു സൈഡ് ഇഫക്റ്റുകളും ഈ വാക്സിൻ മൂലം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ നമ്മൾ കൂടുതൽ ഒരുപാട് എടുത്താൽ മാത്രമേ, കാരണം ഡെഫിനറ്റ്ലി ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു വാക്സിൻ തന്നെയാണ്. കാരണം വിദേശ രാജ്യങ്ങളിലെല്ലാം ഇതിൻ്റെ ഗാർഡസിൽ വളരെയധികം ഫലവത്തായി കണ്ട്. കാരണം നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിലൊക്കെയാണ് ഈ ഗർഭാശയമുഖ ക്യാൻസർ കൂടുതൽ. മറ്റു രാജ്യങ്ങളിലെല്ലാം ഈ വാക്സിനേഷൻ നിലവിൽ വന്നതോടുകൂടി ഗർഭാശയമുഖ ക്യാൻസർ ഒരു പരിധിവരെ തീർച്ചയായിട്ടും അവിടുത്തെ ഇൻസിഡൻസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫലവത്തായ ഒരു വാക്സിൻ തന്നെയാണ്. സാധാരണ വാക്സിന് വരുന്ന ചെറിയ ചെറിയ പനി, തലവേദന അങ്ങനെയുള്ള സൈഡ് ഇഫക്റ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പേടിച്ച് എടുക്കാതിരിക്കേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും എടുക്കേണ്ടത് തന്നെയാണ്. കാരണം നമുക്കൊരു ക്യാൻസറിനെയാണ് ഒരു വാക്സിൻ വഴി പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്. ശരി, വ്യക്തമാണ്. ഹലോ ഡോക്ടറിന്റെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഗർഭാശയ മുഖ അർബുദം അഥവാ സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചും ഈ രോഗത്തിനുള്ള വാക്സിനെ കുറിച്ചുമാണ് ഹലോ ഡോക്ടർ സംസാരിച്ചത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ SATയിലെ ഒബ്സ്റ്റട്രിക് ആൻഡ് ഗൈനക്കോളജി വിഭാഗം പ്രൊഫസറും RMOയുമായ ഡോക്ടർ BS കലയാണ്. നന്ദി ഡോക്ടർ.